കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും മത്സര ചിത്രം വ്യക്തം. KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരന് സീറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂരിൽ അഡ്വക്കേറ്റ് TO മോഹനൻ സ്ഥാനാർത്ഥിയാകും. പെരുമ്പാവൂരിൽ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല. പകരം മനോജ് മുത്തേടനാണ് മത്സരിക്കുക. ദീപ്തി മേരി വർഗീസ്, ജോസഫ് വാഴക്കൻ, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ തുടങ്ങിയവർക്കും സീറ്റില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവരൊക്കെ സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണ്. ജോസഫ് വാഴക്കനൊക്കെ അവിടെ പോസ്റ്റർ അടിച്ച് പ്രചരണം ആരംഭിച്ചിരുന്നു. സീറ്റ് ലഭിക്കുമെന്നുള്ള ഉറപ്പ് നേതാക്കൾ നൽകി എന്നാണ് പറഞ്ഞത്. ദീപ്തി മേരി വർഗീസും അവിടെ കൊച്ചിയിൽ ദീപ്തിയുമായി ബന്ധപ്പെട്ട ചില ഫ്ലക്സുകളൊക്കെ പ്രത്യക്ഷപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ എൽദോസ് കുന്നപ്പള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു കടുങ്കൈ തന്നോട് ഹൈക്കമാൻഡ് ചെയ്യും എന്നുള്ളത്. എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ അതിൻ്റെ തീരുമാനമൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വന്നേക്കാം. ഇതൊക്കെയാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത്. അതോടുകൂടി എൽദോസിനെ മാറ്റി നിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. സുധാകരനെ അനുനയിപ്പിക്കുക എന്നുള്ള വലിയ കടമ്പ ഇന്നലെ ഒരു മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് ഹൈക്കമാൻഡ് പൂർത്തിയാക്കിയത്. അങ്ങനെ ഓരോ തലങ്ങളിലുമുള്ള സൂക്ഷ്മമായ പരിശോധനകൾ, അതിനോടൊപ്പമുള്ള തർക്കങ്ങൾ, എന്താണ് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതൊക്കെ മറികടന്ന് രണ്ടാം ഘട്ട പട്ടിക പുറത്തിറക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് ഇന്നലെ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസം. സുധാകരൻ ഇപ്പോൾ കണ്ണൂരിലെത്തി, മട്ടന്നൂർ വിമാനത്താവളത്തിലെത്തി കണ്ണൂരിലെത്തിക്കഴിഞ്ഞു. ഇനിയുള്ള നീക്കങ്ങൾ നിർണായകമാണ്. സുധാകരനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില നോമിനികളുടെ പേരുകൾ കണ്ണൂരിലേക്ക് നൽകിയിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതും ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. TG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സജിത്ത്, ഇനിയിപ്പോൾ കളത്തിലേക്ക് സ്ഥാനാർത്ഥികൾ ഇറങ്ങുകയാണ്. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലെയും മത്സര ചിത്രം വ്യക്തമായ പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ ചില നീക്കങ്ങൾ കോൺഗ്രസിലെ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? ഉദാഹരണം ജോസഫ് വാഴക്കൻ, സുധാകരൻ അടങ്ങിയിരിക്കില്ല. ദീപ്തി മേരി വർഗീസ് അസംതൃപ്തിയിലാണ്. എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ട് എന്താണെന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. അത്തരം ചില കാര്യങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ മനസ്സിലാവാനുണ്ട്. അതുതന്നെയാണ് രഞ്ജിത്ത് കുഴയ്ക്കുന്ന വിഷയം. എന്തായാലും കോൺഗ്രസിന് കാത്തിരിപ്പിനൊടുവിൽ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക, രണ്ടാം വട്ട സ്ഥാനാർത്ഥി പട്ടികയോടുകൂടി പൂർണ്ണമായൊരു ചിത്രം പുറത്തിറക്കാൻ കഴിയുന്നു എന്നതാണ് സാഹചര്യം. പക്ഷേ അതിന് നേരിടേണ്ടി വന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ്. അത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പ്രതിഫലിക്കുമോ, അതിൻ്റെ നഷ്ടം കോൺഗ്രസിന് പേറേണ്ടി വരുമോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഒന്ന്, സുധാകരൻ്റെ തുടർ നീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കെ സുധാകരൻ പാർട്ടിയാണ് വലുത്, താനല്ല വലുത്, എല്ലാം പാർട്ടിക്കൊപ്പം എന്നൊരു പ്രസ്താവനയോടുകൂടി വിവാദങ്ങൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ കണ്ണൂർ, പേരാവൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെങ്കിലും പ്രതിഫലിക്കുന്ന രീതിയിൽ സുധാകരൻ അനുയായികളുടെ ഒരു നീക്കം ഉണ്ടാകുമോ എന്നതാണ്. ഇതിന് തുടർ പ്രസ്താവനകൾ സുധാകരൻ എന്ത് നടത്തുന്നു എന്നും പ്രസക്തമാണ്. എന്തായാലും കണ്ണൂരിലെ നീക്കം നമുക്ക് പ്രത്യേകം പിന്നീട് പരിശോധിക്കേണ്ടി വരും. അതിനുമപ്പുറം സംസ്ഥാനത്തെ മറ്റു സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതൃപ്തരുടെ എണ്ണം നിരവധിയുണ്ട്. ഉദാഹരണം, കോട്ടയത്തെ കാര്യം നോക്കുമ്പോൾ, കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ ഏറ്റുമാനൂർ ജോസഫ് വാഴക്കൻ എല്ലാം ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് മറ്റൊരാളുടെ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. നാട്ടകം സുരേഷിൻ്റെ പേര് വരുന്നു. സ്വാഭാവികമായും ജോസഫ് വാഴക്കൻ ഇടഞ്ഞാണ്. ജോസഫ് വാഴക്കൻ ഇടയുക എന്ന് പറഞ്ഞാൽ അത് രമേശ് ചെന്നിത്തലയുടെ അതൃപ്തി കൂടിയാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത്. കാരണം രമേശ് ചെന്നിത്തലയാണ് വാഴക്കിന് വേണ്ടി വലിയ ശക്തമായ വാദമുയർത്തിയത്. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല, സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മറ്റേതൊക്കെയോ നേതാക്കളുടെ താല്പര്യത്തിനപ്പുറമുള്ള ഘടകങ്ങൾ പ്രതിഫലിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഹൈക്കമാൻഡ് നേരിട്ട് ഈ സുനിൽ കനകുലു അടക്കമുള്ളവരുടെ താല്പര്യങ്ങളും അവരുടെ സർവേ റിപ്പോർട്ടുകളും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണോ നടത്തിയത്, അതല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ നേരിട്ടുള്ള മറ്റു ചില താല്പര്യങ്ങൾ പ്രകടമായിട്ടുണ്ടോ? ഇപ്പോൾ മനോജ് മുത്തേടൻ തുടങ്ങിയ പേരുകളൊക്കെ അവിടെ പെരുമ്പാവൂർ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന തർക്കവിഷയങ്ങൾ അതായി മാറിയേക്കാം. ഇപ്പോൾ ഈ മുഹമ്മദ് ഷിയാസിന് വേണ്ടി VD സതീശൻ കൊച്ചിയിൽ നടത്തിയ പരിഗണന അത് ഫലത്തിൽ നേട്ടമാകുമോ അതാ കോട്ടമാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. കൊച്ചിയിൽ ലത്തീൻ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടേക്കാണ് മുഹമ്മദ് ഷിയാസിനെ പരീക്ഷിക്കുന്നത്. അത് തിരിച്ചടിക്കുമോ എന്നൊരു വിഷയമുണ്ട്. മറ്റൊന്ന് വൈപ്പിനാണ്. വൈപ്പിനിൽ ഒരു പ്രശ്നപരിഹാരം എന്ന രീതിയിലാണ് ഒരു ലത്തീൻ സഭയുടെ സ്ഥാനാർത്ഥിക്ക്, ലത്തീൻ സമുദായാംഗമായ ഒരു സ്ഥാനാർത്ഥിക്ക് ടോണി ചമ്മണിക്ക് അവിടെ പരിഗണന കൊടുക്കുന്നത്. പക്ഷേ അതിലും പ്രതിസന്ധി ഉണ്ടായെന്നതാണ് കോൺഗ്രസിൻ്റെ ലിസ്റ്റിൻ്റെ പൊതുവായ ഇന്നലെ ലിസ്റ്റ് പുറത്തു വന്നതിന് ശേഷമുള്ള സാഹചര്യം. പെരുമ്പാവൂരിൽ എന്ത് സംഭവിക്കുമെന്നതും കണ്ടറിയേണ്ടി വരും. ഒരുപക്ഷേ എൽദോസിന് കൂടുതൽ പരിഗണന കൊടുത്ത് എൽദോസിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പെരുമ്പാവൂരിൽ തിരിച്ചടിക്കാനുള്ള സാധ്യതയുമുണ്ട്.
കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ ഈ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിലും സമാനമായ ചില അവസ്ഥകളുണ്ട്. അവിടെയും പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നതാണ് സാഹചര്യം. കോന്നിയിലേക്ക് പോയാൽ അടൂർ പ്രകാശിൻ്റെ താല്പര്യം പരിഗണിക്കാതെ അവിടെ സതീഷ് കൊച്ചുപറമ്പിൽ എന്ന DCC പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ കോന്നിയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് കണ്ടറിയേണ്ടി വരും. കാരണം അവിടെ അടൂർ പ്രകാശ് അല്ലെങ്കിൽ വിജയിച്ച് കയറാൻ കഴിയുമായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും അവർക്കിടയിൽ അവശേഷിക്കുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും ചില പ്രശ്നങ്ങളുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള അടക്കമുള്ള സ്ഥലങ്ങളിൽ ചില വിമത നീക്കത്തിന് സൂചനകൾ വരുന്നുണ്ട്. പഴകുളം മധുവിന് റാന്നിയിൽ സീറ്റ് നൽകിയ സംബന്ധിച്ച് തർക്കങ്ങൾ ഉയരുന്നുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്താകെ തന്നെ വിമത നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ കോൺഗ്രസിന്റെ പട്ടിക പുറത്തു വരുമ്പോൾ ഇതൊക്കെ പതിവാണെങ്കിൽ കൂടിയും തർക്കപരിഹാരത്തിന് പ്രശ്നപരിഹാരത്തിന് സമയം ലഭിക്കാറുണ്ട്. പക്ഷേ അപ്പോഴും ചില ആശ്വാസങ്ങളുണ്ടല്ലോ സൈത്ത്. സുധാകരനെ അനുനയിപ്പിക്കാനായി മറ്റൊന്ന് അല്പം മുമ്പ് 8 മണിക്കൂർ മുൻപ് അടൂർ പ്രകാശിന്റെ ഒരു FB പോസ്റ്റ് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, തന്നെ 1996 മുതൽ 2019 വരെ കോന്നിയിലെ ജനങ്ങൾ എന്നെ അവരുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വ്യക്തികളോട് മാത്രമല്ല ഒരു പ്രസ്ഥാനത്തോടു കൂടി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം നമുക്ക് മാനിക്കേണ്ടതും അതിനൊപ്പം നിൽക്കേണ്ടതും നമ്മുടെ കടമയാണ്. കോന്നി നമ്മുടെ അഭിമാനമാണ്. അത് ഒരാളുടെ മണ്ഡലമല്ല, നമ്മുടെയൊക്കെ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട് കോന്നിയിലും ആറ്റിങ്ങലിലും കേരളം മുഴുവൻ UDFന്റെ വിജയത്തിനായി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ വിജയിക്കാനാകൂ. നമ്മുടെ ലക്ഷ്യം ഒന്നാണ്, ഒന്നായി നിൽക്കണം, ജനദ്രോഹ ഇടത് ഭരണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് അവിടുത്തെ സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിൻ്റെ ചിത്രം കൂടി ചേർത്താണ് FB പോസ്റ്റ്. അപ്പോൾ ഏതാണ്ട് അടൂർ പ്രകാശിനെയും പാർട്ടിയുടെ വഴിക്ക് എത്തിക്കാനായി, സുധാകരനെ എത്തിക്കാനായി ഇനിയിപ്പോൾ എൽദോസാണ്. എൽദോസിന് എന്തെങ്കിലും ഒരു വാഗ്ദാനം കൊടുത്താൽ, DCC അധ്യക്ഷനോ അങ്ങനെ എന്തെങ്കിലും വാഗ്ദാനം കൊടുത്ത ഒരുപക്ഷെ എൽദോസും കൂടി വഴങ്ങിയാൽ കളത്തിലേക്ക് പൂർണ്ണ സജ്ജമായി ഇറങ്ങാൻ സാധിക്കും കോൺഗ്രസിന്. അല്ല, എൽദോസ് വഴങ്ങിയില്ലെങ്കിൽ തന്നെയും കോൺഗ്രസ് കളത്തിൽ തന്നെയാണ്, തർക്കമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ ഈ വിമത തർക്കങ്ങളൊക്കെ തുടരും എന്നൊരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം രഞ്ജിത്ത് സമയപരിധി കുറവ് എന്നതാണ്. കാരണം ഇനി നോക്കൂ, നോമിനേഷൻ 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ നോമിനേഷൻ കൊടുക്കണം. 2 അവധി ദിവസങ്ങളുണ്ട്, ഞായറാഴ്ചയും ഇന്നത്തെയും 2 അവധി ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നോമിനേഷൻ ഇതിനിടയിൽ പൂർത്തിയാക്കുക എന്നൊരു വലിയ വെല്ലുവിളി കൂടി ഇവർക്ക് മുന്നിലുണ്ട്. അപ്പോൾ പഴുതടച്ചുള്ള നോമിനേഷനുകൾ ഇല്ലെങ്കിൽ അതുണ്ടാക്കുന്ന സാങ്കേതിക കുരുക്കൊക്കെ മറ്റൊരു പ്രശ്നം കൂടിയാണ്. ഇതിന് പുറമെയാണ് ക്യാമ്പയിൻ. നമുക്കറിയാം, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളത്തിലിറങ്ങുമ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ഏറ്റവും ശക്തമായി നിലവിലുള്ള സർക്കാരിനെതിരായ നീക്കങ്ങളാണ്. പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ പ്രചരണ രംഗത്തേക്ക് ആ വിഷയം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇനിയുള്ള ദിവസങ്ങൾ വേണം അതിലേക്ക് കേന്ദ്രീകരിക്കാൻ. അപ്പോൾ ആ ആശയക്കുഴപ്പമൊക്കെ തീർത്തി കളത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഒരുപക്ഷേ ഈ തർക്കങ്ങൾക്കിടയിൽ ഒത്തുതീർപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് സ്വാഭാവികമായും കിട്ടാൻ സാധ്യതയുള്ള ഒരു ഊർജ്ജമുണ്ട്. ആ ഒരു പക്ഷേ അതൊരു സാധ്യതയാക്കി മാറ്റിയേക്കാം. പ്രത്യേകിച്ച് സുധാകരനൊക്കെ പാർട്ടി അനുകൂല പ്രസ്താവനകൾ തുടർച്ചയായി നടത്തിയാൽ, സുധാകരൻ അനുകൂലികളൊക്കെ വൈകാരിക തരത്തിൽ പ്രതികരിക്കുന്നവരാണ്. അവരൊക്കെ ഒപ്പം പാർട്ടി കോൺഗ്രസ് എന്നൊരു വികാരം ഉയർത്തിപ്പിടിച്ചാൽ ഒരു പക്ഷേ അത് നേട്ടമായി മുന്നോട്ട് പോകാനും കോൺഗ്രസിന് കഴിഞ്ഞേക്കാം എന്നതാണ് സാഹചര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിൻ്റെ പട്ടിക സംബന്ധിച്ച ആശയക്കുഴപ്പം കുറയുന്നില്ല. അതിൻ്റെ വിമത നീക്കങ്ങളൊക്കെ ഇന്നത്തെ ദിവസവും പ്രതിഫലിക്കാനുള്ള സാധ്യത. TG സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ സീറ്റ് നിഷേധിക്കപ്പെട്ട സുധാകരൻ കണ്ണൂരിൽ മടങ്ങിയെത്തി. പുലർച്ചെ കണ്ണൂരിൽ വിമാനമിറങ്ങിയ സുധാകരന് പ്രവർത്തകർ വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. യാത്രയുടെ ക്ഷീണമുണ്ടെന്നല്ലാതെ കൂടുതൽ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായില്ല. ഹൈക്കമാൻഡിന് വഴങ്ങിയെങ്കിലും TO മോഹനായി പ്രചാരണത്തിൽ സജീവമാകുമോ എന്നതടക്കം തുടർ നീക്കങ്ങൾ നിർണായകമാണ്. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, സുധാകരൻ ഒട്ടും തൃപ്തിയോടെ